ഒരു ഏരിയയിലെ പോപ്പുലേഷൻ എത്ര വലുതാണ്, അത് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിൽ ആ പോപ്പുലേഷൻ എത്ര കൂടി, അടുത്തൊരു 20 വർഷത്തോട്ട് ഇത് എങ്ങനെ കൂടും, എന്താണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പോപ്പുലേഷൻ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് എക്കണോമി. ആ ഒരു ഏരിയയിൽ എത്ര ബിസിനസ് നടക്കുന്നു, അവിടെ 10 മില്യൺ 20 മില്യൻ്റെ ബില്യൺ ഡോളറിൻ്റെ എക്കണോമിയാണോ അതോ ചെറിയ എക്കണോമിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതും ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നേക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ താല്പര്യമുള്ളവരാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് പ്രോപ്പർട്ടി നമുക്ക് ഓസ്ട്രേലിയയിൽ മേടിക്കാൻ സാധിക്കുന്നത് എന്നതിനൊരു സെക്ഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ചെയ്തത് വൈ വി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഹൗ ടു ഇൻവെസ്റ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി, അങ്ങനെ 2-3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ എ ലൊക്കേഷൻ. രാകേഷ്, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ രാകേഷ്, നമുക്ക് ഈ ലൊക്കേഷൻ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതെ, അപ്പോൾ ഇത് ജസ്റ്റ് ടു ഗിവ് എ ബാക്ക്ഗ്രൗണ്ട്, നമ്മളിത് എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എങ്ങനെ വാങ്ങാം എന്നുള്ള ഒരു സബ്ജക്റ്റാണല്ലോ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെല്ലാം ഓൾറെഡി അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടെന്നും അവർക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ട് എത്ര കാശിന് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വേണം, എത്ര റെൻ്റൽ ഈൽഡ് വേണം, എത്ര ക്യാപിറ്റൽ ഗ്രോത്ത് വേഴ്സസ് ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതില്ലെങ്കിൽ വിൽസിൻ്റെ പ്രീവിയസ് വീഡിയോ പോയി കണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സംസാരിച്ച് ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് അല്ലേ. അപ്പോൾ എഗെയിൻ ലൊക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ്. നമുക്ക് വെറുതെ ഒരു എക്സാമ്പിളിന് നമുക്കൊരു 600,000 എന്ന് പറഞ്ഞിട്ടൊരു ബഡ്ജറ്റ് അങ്ങ് എടുക്കാം. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മെയിൻലി ഇതിനകത്ത് അതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നോക്കണം. ഒരു ലൊക്കേഷൻ്റെ ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, പോപ്പുലേഷൻ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ABS, ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേജിലെ സെൻസസ് ഡാറ്റ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലോ ഒരുപാട് കൗൺസിലിന് ഒരു ID എക്കണോമി അല്ലെങ്കിൽ റെം പ്ലാൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്പർ 1 ഈസ് ദ പോപ്പുലേഷൻ. ആ ഒരു ഏരിയയിലെ പോപ്പുലേഷൻ എത്ര വലുതാണ്, അത് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിൽ ആ പോപ്പുലേഷൻ എത്ര കൂടി, അടുത്തൊരു 20 വർഷത്തോട്ട് ഇത് എങ്ങനെ കൂടും, എന്താണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പോപ്പുലേഷൻ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് എക്കണോമി. ആ ഒരു ഏരിയയിൽ എത്ര ബിസിനസ് നടക്കുന്നു, അവിടെ 10 മില്യൺ 20 മില്യൻ്റെ ബില്യൺ ഡോളറിൻ്റെ എക്കണോമിയാണോ അതോ ചെറിയ എക്കണോമിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതും ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി സാധ്യതകളാണ് അവിടെ ഉള്ളത്. അവിടെ ഹെൽത്ത് കെയർ ഉണ്ടോ, അവിടെ റീറ്റെയിൽ ഉണ്ടോ, അഗ്രികൾച്ചർ ഉണ്ടോ, മൈനിങ് ഉണ്ടോ, കൺസ്ട്രക്ഷൻ ഉണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നും എത്ര ജോലി സാധ്യതകളുണ്ടെന്നും എത്രയായിരിക്കും അവരുടെ ഒരു വീക്ക്ലി ഏർണിംഗ് കപ്പാസിറ്റി എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരു എക്കണോമിക്കൽ ഒരു ഡാറ്റ അനാലിസിസിലൂടെ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, വലിയ എക്കണോമികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ എക്കണോമികളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഒരു മൈനിങ് ഫീൽഡ് ഗവൺമെൻറ് ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്ലോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ ലൊക്കേഷനെ അടച്ചുപൂട്ടും. അപ്പോൾ നമ്മൾ എക്കണോമി നോക്കി. ഇത് രണ്ടും അല്ലാതെ മൂന്നാമത് നിങ്ങൾ നോക്കേണ്ട ഒരു സാധനമാണ് അഫോർഡബിലിറ്റി. നമ്മൾ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ഒരു $1 മില്യൺ ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ആകെ ഒരു 800,000 900,000 ലോണ് കിട്ടാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ
ആ മാർക്കറ്റ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടും. എല്ലാ ഏരിയയ്ക്കും അതിൻ്റേതായിട്ടുള്ള അഫോർഡബിലിറ്റി ലിമിറ്റ്സ് ഉണ്ട്. അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീക്ക്ലി ഏർണിംഗ് കപ്പാസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ ആ ഏർണിംഗ് വെച്ചുകൊണ്ടാണ് ബാങ്കുകൾ അവർക്ക് ലോൺ കൊടുക്കുന്നത്. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് പോയിന്റിൽ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവോയ്ഡ് ഇൻവെസ്റ്റിംഗ് $1-2 million in investment properties. സിമ്പിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾക്കൊരു ഫണ്ടമെൻ്റൽ രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് ഒരുപാട് കാലങ്ങളായിട്ടും ആൾക്കാർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വരുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ അവർ എന്തും പഠിക്കും, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ് എത്രത്തോളം എന്തൊക്കെ പ്രോജക്ട്സുകൾ അവിടെ നടക്കുന്നുണ്ട്, അതായത് കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് ഈ ഒരു ഏരിയയിൽ എത്ര ബഡ്ജറ്റ് അവർ അലോക്കേറ്റ് ചെയ്യുന്നു ഫോർ ദെയർ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ് ഡെവലപ്മെൻറ്റ്സ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഏരിയ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ള ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു സാധനമാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഓഫ് തിങ്സ്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പം ഒന്ന് ഇതിൻ്റെ സപ്ലൈ വലിയൊരു ഫാക്ടറാണ്. എത്ര പുതിയ സപ്ലൈ ആ ഒരു ഏരിയയിൽ വരാൻ പോകുന്നു, അല്ലെങ്കിൽ എത്ര ഹൗസിംഗ് ഡ്വെല്ലിംഗ് അപ്രൂവൽസ് അവർക്ക് അപ്രൂവലായി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഡാറ്റ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഒരു ഓവർ സപ്ലൈ ആവുമോ, അതല്ല അവിടെ വരാൻ പോകുന്ന ഡിമാൻഡിന് മീറ്റ് ചെയ്യുന്ന അത്ര സപ്ലൈ അവിടെ ഉണ്ടാവാൻ സാധ്യത ഇല്ലേ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് അതിനകത്തുള്ള ഒരു സ്റ്റോക്ക് ഓൺ മാർക്കറ്റ് നോക്കാം. ഒരു ദിവസം ഒരു റിയൽ estate.com പോയിട്ട് ഒരു ഏരിയയിൽ ഇട്ടിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ 50-100 പ്രോപ്പർട്ടീസ് ഓൾറെഡി ലിസ്റ്റിങ്ങിൽ സെല്ലിന് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഓൾറെഡി ഒരുപാട് സ്റ്റോക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കൊക്കെ വിറ്റ് പോയാലല്ലേ പിന്നെ ഇനി അടുത്ത സ്റ്റോക്കിന് വരാനും പ്രൈസ് കൂടാനും ഉള്ളൊരു സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് വളരെ കുറവുള്ള ഏരിയകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തു പറ്റും, വരുന്ന സ്റ്റോക്കുകൾക്ക് ഭയങ്കര ഡിമാൻഡ്, ഓവർ ഡിമാൻഡ് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് ഡേയ്സ് ഓൺ മാർക്കറ്റ്. ഒരു പ്രോപ്പർട്ടി ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി ഇട്ടു. ചില പ്രോപ്പർട്ടികൾ 3 മാസം എടുക്കും, ചില മാർക്കറ്റുകൾ 3 മാസം എടുക്കും വിറ്റ് പോകാൻ, ചില മാർക്കറ്റുകൾ 1 മാസമായിരിക്കും എടുക്കാൻ വിറ്റ് പോകാൻ, ചില മാർക്കറ്റുകൾ ഇറ്റ് വുഡ് ഗോ ഇൻ ലെസ് ദാൻ 1 വീക്ക്, ഒരാഴ്ചയ്ക്കുള്ളിൽ. ചില നല്ല പ്രോപ്പർട്ടികളൊക്കെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ വരെ വിറ്റ് പോകുന്ന മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവിടെയുള്ള ഒരു ഡിമാൻഡ് വളരെ വലുതാണെന്നും പ്രോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ വിറ്റ് പോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ പൈസ കൊടുക്കാൻ റെഡിയാണ് ആ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ എന്നുള്ളൊരു ക്യാപിറ്റൽ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓവറോൾ. പിന്നെ അതുപോലെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് വേക്കൻസി റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു പ്രോപ്പർട്ടി എടുത്തു, അത് റെൻറ്റിന് ലിസ്റ്റ് ചെയ്യാൻ നേരത്ത് യു ഡോണ്ട് വാണ്ട് ദാറ്റ് പ്രോപ്പർട്ടി ടു ബി സ്റ്റേയിങ് ഇൻ ദ മാർക്കറ്റ് ഫോർ 1 or 2 months. വിത്തിൻ ഒരു ആഴ്ചയൊക്കെ വിറ്റ് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പം മാർക്കറ്റിൽ എത്ര റെൻ്റൽ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണെന്ന് നോക്കുക. അതിനെയാണ് വേക്കൻസി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ 1%, 2%-ന് താഴെ വേക്കൻസി റേറ്റ്സ് ഉള്ള ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നല്ലൊരു റെൻ്റൽ പ്രഷറുള്ള മാർക്കറ്റിലായിരിക്കും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ സൈഡ് ഓഫ് തിങ്സ് ദാറ്റ് യു ഷുഡ് ലുക്ക് അറ്റ്. അപ്പോൾ ഇതിന് ഒരു റൈറ്റ് ആൻസർ ഇല്ല. ഈ സാധനങ്ങൾ ഡാറ്റാ പോയിന്റ്സ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന സാധനം ആയിരിക്കില്ല 4 മാസം 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത്. അതെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏർലി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഏർലി മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രോത്തിൻ്റെ ഏർലി സൈക്കിളിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതല്ലേ? അതെ. അപ്പോൾ ആരൊക്കെയാണ് ഈ ടീമിൽ വരുന്നത് നമ്മൾ ഒരിക്കൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ? അതെ, ലൊക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ 15,000 സബർബുകളുണ്ട്. ഈ സബർബുകളിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സബർബായിരിക്കും ചിലപ്പം ഈ ഒരു ലൊക്കേഷനായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റിലായിരിക്കില്ല, 10-2,000 കിലോമീറ്ററൊക്കെ വിട്ടുള്ള ഏരിയാസിലായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു നല്ലൊരു സബർബ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വന്നാലും ഒരു പ്രോപ്പർട്ടി മാനേജർ നിർബന്ധമാണ്. പ്രോപ്പർട്ടി മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് റെൻറ്റിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട് മാനേജ് ചെയ്യുന്ന ഒരു ടീമാണ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ടീം. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു 1-2 പ്രോപ്പർട്ടി മാനേജേഴ്സിനെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. നമ്പർ 2 ഈസ് അവിടുത്തെ ഒരു നല്ലൊരു ബിൽഡ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ടറെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ആ ഏരിയ സർവീസ് ചെയ്യുന്ന സോളിസിറ്റേഴ്സ് അല്ലെങ്കിൽ കൺവെൻസേഴ്സ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക.
ഇവരൊക്കെ നമുക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് അവരായിട്ടൊരു നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എടുക്കാൻ പെട്ടെന്ന് നടക്കും. അതല്ലാതെ ഇത് പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറയും. അപ്പോൾ ഈ ആൾക്കാരെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടി മാനേജർ, ഒരു നല്ലൊരു ബിൽഡ് ആൻഡ് ടെസ്റ്റ് ഇൻസ്പെക്ടർ, ഒരു നല്ലൊരു കൺവെൻസർ അല്ലെങ്കിൽ സോളിസിറ്റർ, ഇവർ ആ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഇഫ് യു ഹാവ് എ ബയേഴ്സ് അഡ്വക്കേറ്റ്, ഈ 4 പേരടങ്ങുന്ന ടീമാണ് നിങ്ങൾക്ക് നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ സഹായിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, പിന്നെ നമ്മൾ അതിന് വേണ്ടുന്ന ടീമിനെ ഉണ്ടാകും. അതെ. പക്ഷെ നമ്മൾ പ്രോപ്പർട്ടി മാർക്കറ്റിൽ പ്രോപ്പർട്ടി എങ്ങനെ കിട്ടും? പലപ്പോഴും നമ്മൾ ചെന്ന് ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ലിമിറ്റൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട പ്രോപ്പർട്ടീസ് ആയിരിക്കും മിക്കവാറും കിടക്കുന്നത്, അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മേടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 10, 50, 100 പേര് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യും? അപ്പോൾ ഇതിൽ പൊതുവെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ടോപ്പിക്കുകളും ആൾക്കാർ പൊതുവേ ഞാൻ ഫോളോ ചെയ്യുന്നത് കാണാറില്ല. ആൾക്കാർ നേരെ പ്രോപ്പർട്ടിയിലോട്ടാണ് എൻ്റർ ചെയ്യാറ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നേരെ പോയിട്ട് റിയൽ എസ്റ്റേറ്റിലും ഡൊമൈനിലും പ്രോപ്പർട്ടി നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ എഗെയിൻ റീഇൻഫസൈസിങ് ഇതുവരെ പറഞ്ഞ സ്റ്റെപ്സുകളെല്ലാം നിങ്ങൾ എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ഒരു ക്രിട്ടിക്കാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അത് ഫോളോ ചെയ്തതിന് ശേഷം വെൻ യു ആർ വെരി ക്ലിയർ then start looking into the market. ഇനി നിങ്ങൾ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. പ്രോപ്പർട്ടികൾ 3 തരത്തിലുണ്ടാവും. ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ടാവും, പ്രീ മാർക്കറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ടാവും, ഓൺ മാർക്കറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ടാവും. ഇതിനകത്ത് ഓൺ മാർക്കറ്റ് ആയിട്ട് പറയുന്ന പ്രോപ്പർട്ടീസാണ് നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലും ഡൊമൈനിലും നോക്കുമ്പോൾ കാണുന്ന പ്രോപ്പർട്ടീസ്. പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏജൻറ്റ് അത് വിൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു, പക്ഷേ 1 ആഴ്ച 2 ആഴ്ച മുമ്പൊക്കെ ദേ മൈ ടേക്ക് സം ഓഫേഴ്സ് ബിഫോർ ഇറ്റ് ഹിറ്റ്സ് ദ മാർക്കറ്റ്. ഇത് രണ്ടുമല്ലാത്ത ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. അതിൽ സെല്ലർക്ക് വാട്ട് എവർ ദെയർ റീസൺ ഈസ്, സെല്ലർ ഈസ് ഓക്കെ നോട്ട് ടു ഗോ ഇൻ ദ മാർക്കറ്റ്. സെല്ലർ ഈസ് ഓക്കെ ടു അക്സെപ്റ്റ് ആൻ ഓഫർ ബിഫോർ ഇറ്റ് ഗോസ് ഇൻ ടു ദ മാർക്കറ്റ്. സോ വിച്ച് ഈസ് കോൾഡ് ആൻ ഓഫ് മാർക്കറ്റ്. അപ്പോൾ ഇതിൽ ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടീസ്, നല്ല ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ട് ബെനിഫിറ്റ്സ് കിട്ടും. ടു അവോയ്ഡ് ദ കോമ്പറ്റീഷൻ, വളരെ കുറച്ച് പേരെടുത്ത് ഈ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ടാവുള്ളൂ, ഓൾ ദോസ് സോർട്ട് ഓഫ് തിങ്സ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഈ ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കാരണം ഏജൻറ്റ് നമ്മളുമായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഏജൻറ്റ് അടുത്ത് എങ്ങനെ ചെല്ലും? അതൊരു വലിയ പോയിൻ്റാണ്. അതെ, അതെങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് വിൽ നെവർ കം ആൻഡ് നോക്ക് അവർ ഡോർ, അല്ലേ? നമ്മളായിട്ട് അങ്ങോട്ട് പോയി നമ്മളായിട്ട് മുട്ടണം. അപ്പോൾ ആ ഒരു ഏരിയയിലെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ഏജൻസിനെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരുടെ ഗൂഗിൾ റിവ്യൂസ് നോക്കുക, നല്ല റിവ്യൂസാണ്, നല്ല റേറ്റിംഗ് ആണ്, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഫോൺ എടുക്കുക, ഫോൺ വിളിക്കുക, അവരോട് പറയാം ഞങ്ങളിങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് നോക്കി നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ്. സോ ദിസ് ഈസ് വാട്ട് വി ഡു. അപ്പോൾ വി ബിൽഡ് എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഏജൻറ്റ്സ് ഔട്ട് ഇൻ ദീസ് ഏരിയാസ്. നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കയ്യിലുള്ള ബയേഴ്സ് വളരെ ഫിനാൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ബയേഴ്സാണ്, നമ്മുടെ റിക്വയർമെൻറ്റ്സ് അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർക്ക് ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അവർ ചിലപ്പോൾ മെസ്സേജിലോ ഇമെയിലിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫോൺ കോളിലോ അവർ നമുക്ക് ഷെയർ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടീസ് കളക്ട് ചെയ്യുക. പക്ഷേ ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടീസിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഒരു 10 പ്രോപ്പർട്ടീസ് നമുക്ക് ഓഫ് മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 എണ്ണം നല്ല പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല. നല്ല പ്രോപ്പർട്ടീസ് അല്ല എന്ന് പറയാൻ കാരണം, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യേണ്ട പ്രോപ്പർട്ടീസുകളായിരിക്കും. അപ്പോൾ ആ ഒരു 1 പ്രോപ്പർട്ടി ഔട്ട് ഓഫ് ദ 10 ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ആ ഒരു ഡ്യൂ ഡെലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കൂടുതലായിട്ടും ആൾക്കാർ പറയുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വീട് മേടിക്കുമ്പോൾ 1-2 കൊല്ലത്തേക്ക് വേണ്ടി വീട് മേടിക്കരുത്. നമ്മളെപ്പോഴും ഒരു ലോങ് ടേം പോളിസി അല്ലെങ്കിൽ ലോങ് ടേം സ്ട്രാറ്റജിയാണ് അതിന് വേണ്ടത്. കാരണം ഇത് ഓവർനൈറ്റ് ഇതിന് വില കയറാൻ പോകുന്നില്ല, ഓവർനൈറ്റ് അങ്ങനെ സംഭവിക്കുകയില്ല. നമ്മൾ ഇത് മേടിക്കുമ്പോൾ നമുക്ക് റിട്ടയർ എയർലി ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇല്ല. അതേപോലെ തന്നെ അത് മേടിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മക്കൾ ജനറേഷൻ ടു കം ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം നമ്മൾ മേടിക്കാനായിട്ട്. കാരണം ലാൻഡ് ഒരു സ്കെയർസിറ്റി ഉള്ളൊരു സംഭവമാണ്. അതേ ലക്ഷ്യത്തോടു കൂടി വേണം മേടിക്കാൻ. ഇപ്പോൾ നമ്മൾ രാകേഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 100 മലയാളി ഫാമിലിക്ക് ഓസ്ട്രേലിയയിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ്, ഏർലി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഏർലി റിട്ടയർമെൻറ്റിനായിട്ടുള്ളൊരു സ്ട്രാറ്റജിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, അതൊരു മിഷനായിട്ട് എടുത്തുകൊണ്ടാണ് രാകേഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് രാകേഷിന് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് രാകേഷുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ രാകേഷ് പറഞ്ഞ കാര്യങ്ങളും മറ്റും ഒരു പ്രോപ്പർട്ടി
അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇതിന് മുമ്പ് ഒരു സെക്ഷൻ നമ്മൾ മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ രാകേഷിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ്. രാകേഷ് മാത്രമല്ല, രാകേഷിന് ഒരു ടീം തന്നെയുണ്ട് പ്രോപ്പർട്ടീസ് മേടിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാകേഷിനെ കോൺടാക്റ്റ് ചെയ്യാം. രാകേഷ് പറഞ്ഞ ഈ ലൊക്കേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഈ ടീമിനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഓഫ് മാർക്കറ്റ് നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ സാധിക്കുക. അതിന് ഡു ഇൻ്റലിജൻസ് അല്ലേ, ഡു ഇൻ്റലിജൻസ്, ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. രാകേഷ് കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓഫ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വരെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് മെയിൻ സാധനം പറഞ്ഞതുപോലെ ഇതിലെ ഡ്യൂ ഡിലിജൻസ് ആണ് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. അവിടെ പോയി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് പ്രോപ്പർട്ടികൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുന്നത് ഈ ഒരു ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ ഡ്യൂ ഡിലിജൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഇതുവരെ സംസാരിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ ക്ലാരിറ്റിയോ വേണമെന്നുണ്ടെങ്കിൽ എസ് എ സൈഡ് ഈ ഒരു എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും ഗിൽസിൻ്റെ അടുത്ത്. എന്നെ വിളിച്ചാൽ എസ് എ സൈഡ് ഓൾവേസ് ഗിൽസ് കിച്ചൻ്റെ വ്യൂവേഴ്സിന് ഒരു 30 minutes ഫ്രീ ആയിട്ട് ഒരു ഡിസ്കവറി കോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും അത് ക്ലാരിഫൈ ചെയ്യാനും ഐ എം ഹാപ്പി ടു ഡു ദാറ്റ്. പിന്നെ ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ ഉണ്ടാവും. നിങ്ങൾക്ക് വളരെ ജനറിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ ഡിസ്കസ് ചെയ്യണം, ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കയറിയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ട്രൈ ടു ആൻസർ ആസ് മച്ച് ആസ് വി ക്യാൻ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എന്തുമാത്രം ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ ഒരിടത്തും ചെല്ലില്ല. അതുകൊണ്ട് ഇതൊരു നല്ല ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ രാകേഷിനെ വിളിക്കുക, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. രാകേഷ് ബൈസ് ഏജൻ്റാണ്. അപ്പം അത് രാകേഷ് ഫീസ് ചാർജ് ചെയ്യാറുണ്ട്. അതല്ല, ഒരു ഹാഫ് ആൻ അവർ ഫ്രീ ടൈമും രാകേഷുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓസ്ട്രേലിയയിൽ അടിച്ച് പൊളിച്ച് അല്ലേ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മലയാളികൾക്കെല്ലാം വളരാം. അങ്ങനെ നമുക്ക് വരുന്ന ജനറേഷനും ഒരു കൺട്രിയെ നമുക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നത്, നമ്മളും ഇവിടെ ഒരു 100-150 വയസ്സ് വരെ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്. താങ്ക് യു.